രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കുറച്ചു കാലമായി നിരന്തരം വിളിച്ചു പറയുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ കൊല്ലുന്ന ബി.ജെ.പി. പരിപാടികളെക്കുറിച്ച്. അതിലേറ്റവും പ്രധാനം വോട്ടിംഗ് സംവിധാനങ്ങളെക്കുറിച്ചാണ്. EVM-ൽ ഉള്ള വലിയൊരു കൃത്രിമത്വം എല്ലാവരും ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ വശം ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും അധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. അതുപോലെ തന്നെയാണ് വോട്ടർ ലിസ്റ്റിലെ ക്രമക്കേടുകൾ. അതുകൊണ്ട് മാത്രമാണ് മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. ഇത്തവണ ജയിച്ചത് എന്ന് തുറന്നുകാട്ടി രാഹുൽ ഗാന്ധി ലോകസഭയിൽ വ്യക്തമായ വിശദീകരണം നൽകിയതും നമ്മൾ കണ്ടു. വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതും അതുപോലെ EVM-ൽ ബാറ്ററി ചാർജ് അടക്കമുള്ള കൃത്രിമം നടക്കുന്നത് കൊണ്ടുമാണ് ഇവിടെ യഥാർത്ഥ ഫലം പുറത്തു വരാതെ ഇരിക്കുന്നത് എന്ന് സത്യം രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഒന്നും ഫലമുണ്ടാകുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്ന സ്ഥിതിയിലേക്ക് കേന്ദ്ര സർക്കാർ വന്നിരിക്കുന്നു. നമുക്കറിയാം, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ 70 ലക്ഷം വോട്ടുകൾ അനധികൃതമായി ചേർത്തുവെന്നും കുറച്ചു കാലയളവിൽ ചേർത്തുവെന്നൊക്കെയുള്ള സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ രാഹുൽ ഗാന്ധി ഒരേ കെട്ടിടത്തിൽ നിന്ന് തന്നെ 7000 വോട്ടുകൾ കണ്ടെത്തിക്കൊടുത്തതും അദ്ദേഹം തന്നെയാണ്. അങ്ങനെ ഒരിടത്ത് തന്നെ 7000-ഓളം വോട്ടുകൾ ചേർത്ത് ആ മണ്ഡലത്തിൽ വിജയസാധ്യത ഉറപ്പിക്കുന്ന തരത്തിലേക്ക് ബി.ജെ.പിയും സഖ്യകക്ഷികളും പോയതാണ് മഹാരാഷ്ട്രയിലെ മഹായൂതി സഖ്യത്തിന് വിജയമുണ്ടായത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇന്നും ലോകസഭയിൽ അദ്ദേഹം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. വിശദമായ ഒരു ചർച്ച നടത്തി ഇതിൻ്റെ യഥാർത്ഥ വശങ്ങൾ ജനങ്ങളെ അറിയിക്കണമെന്നും യഥാർത്ഥ വസ്തുത എല്ലാവരും അറിയണമെന്നും രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുകയാണ്. സ്പീക്കർ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ആവശ്യം അംഗീകരിച്ച മട്ടിൽ സംസാരിക്കുകയുണ്ടായി. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം, നിഷ്പക്ഷമായ വോട്ടിംഗ് രീതിയും വോട്ടിംഗ് സംവിധാനവും നിലനിന്നു പോകേണ്ടതിൻ്റെ ആവശ്യകത, അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അനധിവിദൂര ഭാവിയിൽ രാഹുൽ ഗാന്ധിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ജനാധിപത്യം രക്ഷപ്പെടുകയും ചെയ്യും എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏറെ ആത്മവിശ്വാസവും ഏറെ പ്രതീക്ഷയുമുള്ള രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ ലോകസഭയിലെ ഇടപെടൽ നമ്മൾ കണ്ടു. അതിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. वोटर लिस्ट क्या सरकार बनाती है? मैंने नहीं बोला। नहीं, आपने बोला क्या? पूरे देश में वोटर लिस्ट पर सवाल उठ रहे हैं। हर स्टेट में, हर ऑपोजिशन के स्टेट में और महाराष्ट्र में ब्लैक एंड व्हाइट वोटर लिस्ट पे सवाल उठे हैं। पूरा ऑपोजिशन सिर्फ मिलकर ये कह रहा है कि वोटर लिस्ट पे यहां पे एक डिस्कशन हो जाए। बिकॉज आपने सही बात बोली कि वोटर लिस्ट क्या सरकार बनाती है? मैंने नहीं बोला। नहीं, आपने बोला क्या? और आपने सही बोला कि सरकार वोटर लिस्ट नहीं बनाती है। मगर पूरे देश में वोटर लिस्ट पर सवाल उठ रहे हैं। हर स्टेट में, हर ऑपोजिशन के स्टेट में और महाराष्ट्र में ब्लैक एंड व्हाइट वोटर लिस्ट पे सवाल उठे हैं। तो मिलकर पूरा ऑपोजिशन मिलकर सिर्फ ये बोलने दीजिए, पूरा ऑपोजिशन सिर्फ मिलकर ये कह रहा है कि वोटर लिस्ट पे यहां पे एक डिस्कशन हो जाए। ओके। आप बनाते नहीं हो, इसको हम एक्सेप्ट कर रहे हैं, आप डिस्कशन तो कीजिए।